വായനയുടെ അനുഭവം പങ്കിടുന്ന പുസ്തകക്കൂട്ടിൻ്റെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. സമര ചരിത്ര പരമ്പര എന്ന പേരിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങളെ കുറിച്ചുള്ള 10 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കയ്യൂർ മുതൽ ശൂരനാട് വരെയുള്ള 10 കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങളെക്കുറിച്ചാണ്. ഈ 10 പുസ്തകങ്ങളും എഴുതിയത് 10 എഴുത്തുകാരാണ്. കയ്യൂർ എഴുതിയത് ഡോക്ടർ സി ബാലൻ, കാവുമ്പായി എഴുതിയത് എ പത്മനാഭൻ, കരിവള്ളൂർ എഴുതിയത് കരിവള്ളൂർ മുരളി, പാടിക്കുന്ന് കെ ബാലകൃഷ്ണൻ, മുനയൻകുന്ന് ഡോക്ടർ ജിനേഷ് കുമാർ എരമം, മോറാഴ കെ ദാമോദരൻ, ഒഞ്ചിയം ബി കെ സുരേഷ്, ഇടപ്പള്ളി NM പിയേഴ്സൺ, പുന്നപ്രവയലാർ CS സുരേഷ്, ശൂരനാട് NK ഭൂപേഷ്. ഇങ്ങനെ 10 പേർ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സമര ചരിത്രത്തെക്കുറിച്ചുള്ളൊരു പുസ്തക പരമ്പര എഴുതിയിട്ടുണ്ട്. ഇത് പ്രസിദ്ധീകരിച്ചത് കോഴിക്കോടുള്ള ഇൻസൈറ്റ് പബ്ലിക്കയാണ്. ഈ പുസ്തകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പഴയൊരു തമാശക്കഥയാവാം, അല്ലെങ്കിൽ തമാശക്കഥയിലുള്ള കാര്യമാവാം, അതാണ് ഓർമ്മ വരുന്നത്. എങ്ങനെയാണ് ചോറുണ്ണുന്നത് എന്നൊരു ജന്മിപുത്രനോട് ചോദിച്ചപ്പോൾ ആ കുട്ടി, ഒരു പക്ഷേ നിഷ്കളങ്കനായ കുട്ടി, പറഞ്ഞത് പത്തായം പെറും, ചക്കി കുത്തും, അമ്മ വെക്കും, ഞാനുണ്ണും. അപ്പോൾ ഈ പത്തായം പെറുന്നത് വരെയുള്ള നെല്ലിൻ്റെ ചരിത്രം ജന്മിപുത്രന് അറിയില്ല. അത് വയലൊരുക്കണം, വളമിടണം, ഞാറ് നടണം, ഞാറ് പറിച്ച് നടണം, കള പറിക്കണം, വളമിടണം, കൊയ്യണം, മെതിക്കണം, പുഴുങ്ങണം, കുത്തണം. ഇത്രയും ഭാഗത്തുള്ള അധ്വാനത്തെക്കുറിച്ച് ജന്മിപുത്രൻ അറിയില്ല എന്നുള്ളതാണ് ആ കഥയുടെ സാരം. കേരളം ഇന്നിങ്ങനെ ആയത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ചില വിചിത്രമായ ഉത്തരങ്ങൾ കിട്ടാറുണ്ട്. ചിലർ വളരെ തീർത്ത് പറയുന്നുണ്ട് കേരളം ഇങ്ങനെയായത് ഗൾഫ് കുടിയേറ്റത്തിന് ശേഷമാണ് എന്ന്. അപ്പോൾ ഗൾഫ് കുടിയേറ്റത്തിന് മുമ്പോ? ജന്മിപുത്രൻ്റെ ഉത്തരം അവിടെയാണ് തുടങ്ങുന്നത്. ഗൾഫ് കുടിയേറ്റത്തിന് മുമ്പോ? ഒരുപക്ഷെ ചാന്നാർ ലഹള മുതൽ നമുക്ക് സമരങ്ങളുടേതായൊരു നീണ്ട പരമ്പരയുണ്ട്. അത് സാമുദായിക സമരങ്ങളാണ്, സാമൂഹിക സമരങ്ങളാണ്. അത്തരം സമരങ്ങളെ മൊത്തം നമ്മൾ നവോത്ഥാനം സമരങ്ങൾ, നവോത്ഥാന പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കുന്നു. ഈ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് പിന്നീടുണ്ടാകുന്ന രാഷ്ട്രീയമായ ദിശാബോധമാണ് കമ്മ്യൂണിസ്റ്റ് സമരങ്ങളായി രേഖപ്പെടുത്തേണ്ടത് എന്നെനിക്ക് തോന്നുന്നു. സാമുദായികമായ സമരങ്ങൾക്ക് അതിൻ്റേതായ വലിയ അർത്ഥങ്ങളുണ്ട്. അത് പ്രധാനമായും ജാതി വ്യവസ്ഥയ്ക്കെതിരായിരുന്നു എന്നുള്ളതാണ്. അത് ചാന്നാർ ലഹളയായാലും പിന്നീട് അയ്യങ്കാളിയുടെയോ KP കറുപ്പൻ്റെയോ ശ്രീനാരായണ ഗുരുവിൻ്റെയോ ഒക്കെ സമരങ്ങളായാലും പ്രവർത്തനങ്ങളായാലും കുമാരനാശാൻ്റെ കവിതയായാലും വിവേചനരഹിതമായ ഒരു സമൂഹം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളായിരുന്നു അത്. ഇതിൻ്റെ ഒരു സ്വാഭാവികമായ തുടർച്ചയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയാം. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാവുന്നതും അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിക്കുന്നതും ഒക്കെ തന്നെ ഒരുപക്ഷെ നമുക്ക് അവിശ്വസനീയമായ രീതിയിലാണ്. 1939 ഡിസംബർ
1951 കേരളത്തിൽ ഔദ്യോഗികമായൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാവുന്നു. ഇന്നത്തെ ധർമ്മടം നിയോജക മണ്ഡലത്തിൽപ്പെട്ട പാറപ്പുറം എന്ന സ്ഥലത്ത് ആണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായി നിലവിൽ വരുന്നത്. അപ്പോഴേക്കും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 17 വയസ്സായിരുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ഒരു മറുവശം കൂടി പറയണം. അന്ന് കേരളത്തിൻ്റെ സാക്ഷരത എന്ന് പറയുന്നത്, കേരളത്തിൽ എഴുത്തും വായനയും അറിയുന്ന മനുഷ്യർ എന്ന് പറയുന്നത് വളരെ കുറച്ചായിരുന്നു. 30% പോലും ഉണ്ടോ എന്നറിയില്ല. മഹാഭൂരിപക്ഷത്തിന് എഴുത്തും വായനയും അറിയാത്ത ഒരു കേരളമായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രദേശമായിരുന്നു ഇന്ന് കേരളമായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ, പ്രചാരകന്മാർ മൊറാഴയിലും കരിവള്ളൂരും കയ്യൂരും ഇടപ്പള്ളിയിലും പുന്നപ്ര വയലാറിലും ശൂരനാടും മുനിയൻകുന്നിലും പാടിക്കുന്നിലുമൊക്കെ പോയിട്ട് അവിടുത്തെ നിരക്ഷരരായ ജനങ്ങളോട് എന്ത് ഭാഷയിലായിരിക്കും സംസാരിച്ചത് എന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. എന്തായിരിക്കും അവരുടെ ഭാഷ, അവർ ചോദിച്ച വാക്കുകൾ എന്ന്. തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ കഠിനമായ പദങ്ങൾ, അതങ്ങനെ നമുക്കങ്ങനെ പറയാം, കഠിനമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ജനങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1939 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിട്ട് കേവലം 10 മാസങ്ങൾ കൊണ്ട് തന്നെ 10 മാസങ്ങൾക്കുള്ളിൽ മൊറാഴ സംഭവം ഉണ്ടാവുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ജന്മിത്വത്തിനും മറ്റ് ആധിപത്യങ്ങൾക്കുമെതിരായി ജനങ്ങൾ പടയൊരുക്കിയ കഥയാണ് മൊറാഴയുടേത്. അപ്പോൾ ഇവർ ഈ 10 മാസം കൊണ്ട് എങ്ങനെ സന്നദ്ധരാക്കി എന്നുള്ളതാണ്. എന്തായിരിക്കും ഇവർ പറഞ്ഞിട്ടുണ്ടാവുക, ഏത് ഭാഷ, അതൊരു അവിശ്വസനീയതയാണ്. പി കൃഷ്ണപിള്ളയായാലും AKG ആയാലും കെ മാധവനായാലും വിഷ്ണു ഭാരതീയനായാലും കേരളീയനായാലും ഇങ്ങനെയുള്ള മനുഷ്യർ കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ചുകൊണ്ട് കേരളത്തിലെ സാധാരണ ജനങ്ങളോട് സംവദിക്കുകയും, എനിക്ക് തോന്നുന്നത് ജനങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ സംസാരിക്കുന്ന, അവരുടേത് മാത്രമായ പ്രശ്നങ്ങൾ സംസാരിക്കുന്ന മനുഷ്യരെ കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പോൾ അവർക്കത് പോയി മനസ്സിലായി തങ്ങളുടെ കാര്യങ്ങളാണല്ലോ പറയുന്നത് എന്ന് ഇവിടുത്തെ നിരക്ഷരായ ജനങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ജനങ്ങൾ ഈ മനുഷ്യർ പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം, ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു പ്രത്യേകത, അത് സംവാദാത്മകമാണ്. പ്രത്യേകത, അടി കൊണ്ടുകൊണ്ടിരുന്ന ശരീരങ്ങൾ. അന്നത്തെ ജന്മിത്വം ക്രൂരമാണ്, മർദ്ദകമാണ്, അനിയന്ത്രിതമായ അധികാരങ്ങളുള്ള ഒരു ജന്മി വ്യവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭരണകൂടവും അങ്ങനെ തന്നെയായിരുന്നു. ഈ മനുഷ്യർ, പ്രത്യേകിച്ച് ജാതിയിൽ താഴ്ന്ന മനുഷ്യർ, തൊഴിലാളികൾ, കർഷകർ നിരന്തരമായി മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നു. എന്തെല്ലാം തരത്തിൽ മർദ്ദനമുണ്ടാകാമോ ആ തരത്തിലുള്ള മർദ്ദനമുണ്ടാകും. ചൂഷക വ്യവസ്ഥയായിരുന്നു. ചൂഷക വ്യവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ കർഷകർ, ഏതെല്ലാം തരത്തിലാണ് കർഷകർ ബാധിക്കപ്പെട്ടത് അല്ലെങ്കിൽ കർഷകരെ ചൂഷണം ചെയ്തത് എന്നുള്ളതിന് കരിവള്ളൂർ മുരളിയുടെ കരിവള്ളൂർ സമരത്തെക്കുറിച്ചുള്ള പുസ്തകത്തിൽ ഏതെല്ലാം തരത്തിലുള്ള നികുതികളാണ്, അക്രമപ്പിരിവുകളെന്നാണ് ആണെന്ന് അതിൽ പട്ടിക നിരത്തുന്നുണ്ട്. അതിങ്ങനെയാണ്: കുഴിക്കാണം, കൊഴുക്കാണം, വെറുംപാട്ടം, കുടിയിരിപ്പ്, വാരം, പാട്ടം, മേൽച്ചാർത്ത്, പൊളിച്ചെഴുത്ത്, മാനുഷം, കാണം, ജന്മം, കുടിയാൻ, വാശി, നുരി, മുക്കാൽ, ശീലക്കാശ്, വെച്ചുകാണൽ, തിരുമുൽക്കാഴ്ച, പാട്ടപ്പറ, കുറ്റിക്കാണം, കങ്കാണി തുടങ്ങിയ പലതരത്തിലുള്ള അക്രമപ്പിരിവുകൾ. ചങ്ങമ്പുഴയുടെ വാഴക്കൊലയിൽ പറയുന്നത് പോലെ, വാഴ നട്ടുവളർത്താൻ
കർഷകനും അതിൻ്റെ കുല കൊത്തിക്കൊണ്ടുപോകാൻ ജന്മിയും എന്നുള്ള അവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ് തങ്ങൾ അനുഭവിച്ചു പോരുന്ന വളരെ ദയനീയമായ ജീവിതം, പരിതാപകരമായ ജീവിതം ഒരുപക്ഷെ വിധിയുടെ ഭാഗമാണെന്നോ ഒക്കെ അല്ലെങ്കിൽ ജന്മി ദൈവമാണെന്നൊക്കെ കരുതിപ്പോന്നിരുന്ന ഒരു ജനത തങ്ങൾക്കെതിരായി ജന്മിമാർ നടത്തുന്ന ചൂഷണമാണിത് എന്ന് മനസ്സിലാക്കുകയും ആ തിരിച്ചറിവിലൂടെ സമരസന്നദ്ധരായി തീരുകയും ചെയ്ത ചരിത്രമാണ് മൊറാഴയിൽ ആരംഭിക്കുന്നത് എന്ന് പറയാം. അവകാശങ്ങളെക്കുറിച്ചും ആഗ്രഹങ്ങളെക്കുറിച്ചും തിരിച്ചറിവുണ്ടാക്കിയതിനെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്, ഇടവേളയ്ക്ക് മുമ്പ് പറഞ്ഞത്. എങ്ങനെയാണ് ഈ പോരാട്ടങ്ങളെ അടിച്ചമർത്തിയത് എന്ന് നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് ഭരണത്തിലുണ്ടായിരുന്ന മലബാറിലും രാജഭരണമുണ്ടായിരുന്ന കൊച്ചിയിലും തിരുവിതാംകൂറിലും ഒരേ രീതിയിലാണ് ഈ സമരങ്ങളെ അടിച്ചമർത്താൻ ഭരണകൂടം ശ്രമിച്ചത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് അതിക്രൂരമായ നരനായാട്ടാണ് എന്ന് പറയും. നരനായാട്ട് എന്നുള്ള വാക്ക് തന്നെ ഉണ്ടാവുന്നത് കമ്മ്യൂണിസ്റ്റ് സമരങ്ങളുടെ ഒരു ഉൽപ്പന്നമായിട്ടാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. കമ്മ്യൂണിസ്റ്റ് സമരങ്ങളോട് ഭരണകൂടവും ജന്മിത്വവും എടുത്ത നിലപാടുകളുടെ ഭാഗമായുണ്ടായ മർദ്ദനം കേരളത്തിൻ്റെ ചരിത്രത്തിൽ അതിനു മുമ്പോ പിൻപോ ഇല്ലാത്ത രീതിയിലുള്ള അതിക്രൂരമായ നടപടികളായിരുന്നു. എല്ലാ മർദ്ദനങ്ങൾക്കും എല്ലാ പോലീസ് നടപടികൾക്കും ഏതാണ്ട് ഒരേ സ്വഭാവമാണ്. യാതൊരു തത്വദീക്ഷയുമില്ലാതെ പോലീസ് ജനങ്ങളെ ആക്രമിച്ചു. കരിവള്ളൂർ സമരത്തെക്കുറിച്ച് പറയുമ്പോൾ കരിവള്ളൂർ മുരളി പോലീസ് എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് പറയുന്നുണ്ട്. കോൺസ്റ്റബിൾ വേലുപ്പിള്ളയും ജമേദാറും ചേർന്ന് ബയനറ്റ് കൊണ്ട് ഏവിയെ തലങ്ങും വിലങ്ങും കുത്തി. ഏവിയുടെ തലയിൽ നിന്നും ചോര കുട പോലെ മുകളിലേക്ക് ചീറ്റി. മുതുകിലും ചുമലിലും വലതു കൈയിലും കഴുത്തിലുമെല്ലാം ബയനറ്റ് കുത്തിയിറക്കിയ മുറിവുകളിൽ നിന്നും ഒരു രക്തജലധാര പോലെ രക്തം തെറിച്ചു ചീറ്റി. ചോരയിൽ കുളിച്ച് ഏവി മൂർച്ഛിച്ചു വീണു. ആഴത്തിലുള്ള 11 മുറിവുകളായിരുന്നു ഏവിയുടെ ശരീരത്തിൽ. കൃഷ്ണൻ മാസ്റ്ററുടെ മുഖത്ത് അവർ തോക്കിൻ്റെ പാത്തി കൊണ്ട് ആഞ്ഞടിച്ചു. പുതിയടുത്ത് രാമനും ലാത്തി ചാർജിൽ സാരമായി പരിക്കേറ്റു. രണ്ടുപേരും ബോധരഹിതരായി. പഴയപുരയിൽ കണ്ണൻ്റെ വലതുകാൽ മുട്ടിന് വെടിയേറ്റു. മുട്ടിൻ്റെ ഇരുഭാഗങ്ങളുമായി 2 മുറിവുണ്ടായിരുന്നു. തോട്ടത്തിൽ കുഞ്ഞാപ്പുവിൻ്റെ ഇടത് കൈക്ക് വെടികൊണ്ടു. 3 മുറിവുകളുണ്ടായിരുന്നു. സാഹസികനായിരുന്ന KV കുഞ്ഞിരാമൻ നായർ വെടിവെപ്പിൽ ചിതറിപ്പോയ സഖാക്കളിൽ ചിലരെ കൂടെ കൂട്ടി മുദ്രാവാക്യം മുഴക്കി മുന്നോട്ടടുക്കുകയായിരുന്നു. തോക്കിനും തീയുണ്ടകൾക്കും കീഴടങ്ങാത്ത ആ കഴുത്തിന് നേർക്കായിരുന്നു അടുത്ത വെടി. കഴുത്തു തുളച്ച് വെടിയുണ്ട കടന്നുപോയി. ഇങ്ങനെ പോലീസിൻ്റെ വെടിവെപ്പ്, പോലീസിൻ്റെ അക്രമങ്ങൾ, പോലീസിൻ്റെ ഉപദ്രവങ്ങൾ, കുട്ടികളെന്നോ സ്ത്രീകളെന്നോ പരിഗണനയില്ലാത്ത പെരുമാറ്റങ്ങൾ കയ്യൂര്, ഡോക്ടർ സി ബാലൻ എഴുതിയ കയ്യൂരിൽ അതിങ്ങനെയാണ്. ഒറ്റുകാരും പോലീസുകാരും നാട്ടിൽ നടത്തിയ പരാക്രമങ്ങൾ വിവരണാതീതമാണ്. പോലീസ് വീട് തോറും കയറി വീട്ടിലുള്ള അമ്മ പെങ്ങന്മാരെയും പിഞ്ചു കുട്ടികളെപ്പോലും തല്ലിച്ചതച്ചു. മിക്ക വീടുകളുടെയും പുരുഷന്മാർ സ്ഥലം വിട്ടിരുന്നു. യുവതികൾ മിക്കവരും അയൽനാടുകളിലുള്ള അവരുടെ ബന്ധു വീടുകളിലേക്ക് മാറി താമസിച്ചിരുന്നു. വൃദ്ധകളും ചെറിയ കുട്ടികളും മാത്രമായിരുന്നു മിക്ക വീടുകളിലും ബാക്കിയുണ്ടായിരുന്നത്. അവരെല്ലാം ഭീകരമായ മർദ്ദനത്തിനും ഭീഷണിക്കും വിധേയരായി. വീടുകളിലെ വിലപിടിച്ച സാധനങ്ങൾ മുഴുവൻ പോലീസും മറ്റു ഗുണ്ടകളും കവർച്ച ചെയ്തു. പാത്രങ്ങളെല്ലാം തല്ലി തകർത്തു. അമ്മിയും മറ്റും കിണറ്റിലെടുത്തെറിഞ്ഞു. വാഴകളും മറ്റും വെട്ടി നശിപ്പിച്ചു. തൊഴുത്തുകളിൽ കെട്ടിയിരുന്ന മുഴുവൻ കന്നുകാലികളെയും അഴിച്ചുവിട്ടു. വീടുകളിൽ ഒരൊറ്റ കോഴിയും ബാക്കി വെച്ചില്ല. പൊന്നും പണ്ടങ്ങളും പണവുമെല്ലാം അവർ കൈക്കലാക്കി. പത്തായങ്ങളെല്ലാം തല്ലിപ്പൊളിച്ചു. നെല്ലുവാരി മുറ്റത്തും പറമ്പിലും എറിഞ്ഞു. വിത്തുപൊതികൾ, ഓട്ടുപാത്രങ്ങൾ, കുരുമുളക് ഇവയെല്ലാം വിറ്റ് കാശാക്കി. ഇതാണ് കയ്യൂരിൽ പറയുന്നത്. ഇത്തരത്തിൽ ഓരോ സമരഭൂമിയിലും
പോലീസ് എന്തൊക്കെ ചെയ്തു എന്ന് വായിക്കുമ്പോൾ ഇതിൻ്റെ ഒരു സമാനത അറിഞ്ഞ് നമുക്ക് വല്ലാത്ത വേദന തോന്നും, ഭയം തോന്നും. ഇടപ്പള്ളി ആക്രമണത്തിൽ 2 പോലീസുകാരുടെ ജീവരക്തം തളം കെട്ടി ഇടപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നിന്ന് അധികാര സ്വരൂപം ബൂട്ടണിഞ്ഞിറങ്ങിയത് അനേകായിരം മനുഷ്യരുടെ നെഞ്ചും കൂടുകൾക്ക് മുകളിലേക്കായിരുന്നു. പോലീസ് ബൂട്ടിനും ലാത്തിക്കും വിശ്രമമില്ലായിരുന്നു. മനുഷ്യരുടെ തല തല്ലിപ്പൊളിച്ചും നെഞ്ചിടിച്ച് തകർത്തും അത് മുന്നോട്ട് നീങ്ങി. നിരവധി പേർ ചോര തുപ്പി. കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടവരും തല്ലുവാങ്ങി. നിരവധി സ്ത്രീകളുടെ വസ്ത്രങ്ങൾ പറിച്ചു കീറി. അവർ അപമാനിക്കപ്പെട്ടു. സഖാക്കളെ കൊണ്ട് സഹപ്രവർത്തകരുടെ രക്തവും മൂത്രവും നക്കിച്ചു. KU ദാസ് എന്ന ധീരസഖാവിൻ്റെ ശരീരം ബ്ലേഡിന് വരഞ്ഞ് മുളകരച്ച് തേച്ച് കെട്ടിത്തൂക്കി പുകയിട്ടു. മർദ്ദനത്തിൻ്റെ ക്ലൈമാക്സിൽ തല്ലിക്കൊന്ന് കൊലവിളിച്ച് പുറംപോക്കിൽ കുഴിച്ചുമൂടി. ഒരു ടെറർ ചിത്രത്തെ നിഷ്പ്രഭമാക്കുന്ന പോലീസ് ഭീകരത നാടെങ്ങും നിറഞ്ഞു. ഇടപ്പള്ളിയുടെ നിറം ചുവപ്പായത് അങ്ങനെയാണ്. ഈ മനുഷ്യർ അടികൊണ്ട് പട്ടിണി കിടന്ന് വിശന്ന് അപമാനങ്ങൾ സഹിച്ച് തലമുറകൾ ആയി പുറംപോക്കിലേക്ക് തള്ളി മാറ്റപ്പെട്ടിരുന്ന മനുഷ്യർ അവരുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവിൻ്റെ ബലത്തിൽ അവർക്കെന്ത് ചെയ്യാൻ, ഈ അവകാശങ്ങൾ നേടിയെടുക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള നേതാക്കന്മാരുടെ വാചകങ്ങളിൽ ആകൃഷ്ടരായി, അവരുടെ ഉറപ്പുകളിൽ ആകൃഷ്ടരായി സമരത്തിനിറങ്ങുകയാണ്. ജീവൻ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വന്തം ജീവൻ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ ആയിരുന്നില്ല. നേരത്തെ സാമുദായിക പ്രസ്ഥാനങ്ങളിൽ സംഭവിച്ചതുപോലെ വിവേചനരഹിതമായ ലോകമുണ്ടാവുക എന്നുള്ളത് ഈ കമ്മ്യൂണിസ്റ്റ് പോരാളികളുടെയും ലക്ഷ്യമായിരുന്നു. അതിന് പലപ്പോഴും അവർക്ക് കൊടുക്കേണ്ടി വന്നത് സ്വന്തം ജീവനും രക്തവും ബന്ധുക്കളുടെയും സ്വന്തക്കാരുടെയും വേദനകളുമൊക്കെയായിരുന്നു. അങ്ങനെ 10 സമരങ്ങൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ടും കമ്മ്യൂണിസ്റ്റുകാർ വേട്ടയാടപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വശം. ലക്ഷ്യത്തെക്കുറിച്ചും മാർഗത്തെക്കുറിച്ചും നമ്മൾ പലപ്പോഴും സംസാരിക്കാറുണ്ട്. ഗാന്ധിജി ലക്ഷ്യം പോലെ തന്നെ മാർഗവും നല്ലതാവണം എന്ന് പറഞ്ഞിരുന്നു. നല്ല ആശയമാണിത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ നല്ല ആശയം പലപ്പോഴും സമരം ചെയ്യുന്നവരോട് മാത്രമേ പറയാറുള്ളൂ എന്നുള്ളതാണ്. അവരെ തലമുറകളായി അടിച്ചൊതുക്കിയിരുന്നവർ, അവരെ കൊന്നിരുന്നവർ, അവർക്ക് എല്ലാവിധത്തിലുള്ള ദ്രോഹം ഏൽപ്പിച്ചിരുന്ന ജന്മി ഭരണവർഗത്തോട് ഈ ലക്ഷ്യമാർഗ നന്മ സിദ്ധാന്തം ആരെങ്കിലും പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പോരാളികൾ അനുഭവിച്ച പീഡനങ്ങൾ, ചിതറിയ രക്തങ്ങൾ, അതിനൊന്നും നമുക്ക് ഒരു കണക്കും വയ്ക്കാൻ പറ്റില്ല. അതിനെക്കുറിച്ചാണ് ഇടവേളയ്ക്ക് മുമ്പ് പറഞ്ഞത്. ഈ സമരങ്ങളുടെ ഫലശ്രുതി എന്തായിരുന്നു? ഒരു പോരാട്ടവും, ന്യായത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടവും വിഫലമായി തീരുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ അതിന് ഫലമുണ്ടാകും എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് സമരങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യം. ഈ സമരങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഒരു കേരളമുണ്ടായത് എന്ന് പറഞ്ഞാൽ ചിലർക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകും. ഈ സമരങ്ങളുടെ തുടർച്ചയായിട്ട് ഉണ്ടായ ഒരു പ്രദേശത്തിനാണ് കേരളം എന്ന് പറയും. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നുള്ള ഒരു പുസ്തകം EMS തന്നെ കേരളം ഉണ്ടാകുന്നതിന് മുമ്പ് എഴുതിയിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു തെളിവ് എന്ന് പറയും. ഇപ്പോൾ കേരളത്തിൻ്റെ ഒന്നാമത്തെ മന്ത്രിസഭ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ്. അതിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ആ മന്ത്രിസഭ ഒന്നാം ജവഹർലാൽ നെഹ്റു മന്ത്രിസഭയെപ്പോലെ അന്നത്തെ പ്രധാനപ്പെട്ട മസ്തിഷ്കങ്ങളെ, പ്രധാനപ്പെട്ട തലച്ചോറുകളെ ചേർത്ത് വെച്ചുകൊണ്ടുള്ളൊരു മന്ത്രിസഭയായിരുന്നു EMSൻ്റെ നേതൃത്വത്തിലുണ്ടായത് എന്നുള്ളതാണ് അതിലത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇടതുപക്ഷം എന്ന് പറയുന്ന വളരെ പ്രബലമായ ജനോന്മുഖമായ ഒരു പ്രവർത്തന രീതിയെ
മാറ്റിവെക്കുകയും ചെയ്തതിൻ്റെ തെളിവുകൾ നമുക്ക് എമ്പാടും കാണാൻ കഴിയും. നമ്മുടെ ഈ പോരാളികളുടെ പോരാട്ടങ്ങൾ, അവരൊഴുക്കിയ രക്തം, അവർ സഹിച്ച വേദന, അവർ സഹിച്ച വിശപ്പ്, ഒളിവ് ജീവിതം, ഇതൊക്കെ തന്നെ പാഴായി പോകുമോ എന്ന് തോന്നുന്ന രീതിയിൽ നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നുണ്ടോ എന്നൊരു സംശയം ഇന്ന് വരുന്നു. അതാണ് ഒരു പുസ്തകം വായിക്കുമ്പോൾ, നമുക്ക് പുസ്തകം വായിക്കുമ്പോൾ ഇത്തരം തോന്നലുകൾ കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ 10 പുസ്തകങ്ങൾ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഫീസുകളിൽ ഓരോ സെറ്റ് വാങ്ങി വയ്ക്കുന്നത് നന്നായിരിക്കും എന്നെനിക്ക് തോന്നാറുണ്ട്. ഇടയ്ക്കെടുത്തൊന്ന് നോക്കാനും പോരാളികൾ സഹിച്ച വേദനകളെക്കുറിച്ച് ഒന്ന് അറിയാനും ഈ പുസ്തകങ്ങൾ സഹായിക്കും എന്നാണ് എൻ്റെ ഉറച്ച ധാരണ. നമസ്കാരം. മറ്റൊരു പുസ്തകത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത ലക്കത്തിൽ കാണാം.